എപ്പോഴും നൈറ്റല്ലേ പുറത്തിറങ്ങാറ്. ഇന്ന് പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങോട്ടാണെന്നുള്ള ഐഡിയ ഒന്നുമില്ല. അവിടെ എത്തുമ്പോ നമുക്ക് പറഞ്ഞു തരാം. കോഴിക്കോടൻസിലേക്കാണ് കേട്ടോ. പോവാം. ഓക്കെ. ഞാനൊരു മസാല ദോശയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൂടെ ചട്നി, സാമ്പാർ, ചമ്മന്തി എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ ആദ്യമായിട്ടാണ് കഴിക്കണം. നമ്മുടെ നാട്ടിൽ വെറും ഉരുളൻകിഴങ്ങ് മസാല ഇല്ല, ഉരുളൻകിഴങ്ങും ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ചുമപ്പ് കളർ മസാല ഉണ്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കണത്. ഞാൻ ഇതുവരെ ചുമപ്പ് മസാല കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. എന്തായാലും കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല നാടൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഫുഡ് കഴിക്കാൻ, അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. പക്ഷേ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിട്ട് നമ്മുടെ നാടൻ ഫുഡ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. അയ്യോ, അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ മലയാളീസ് പുറം നാട്ടിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങുക, അത് സക്സസ് ആവുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതിലുപരി നമുക്ക്, അതായത് അവിടുത്തെ ഫുഡ് കഴിക്കുക, നമ്മളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ നാട് വിട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഫുഡായിരിക്കും അല്ലേ. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് അത് ഇതുവരെ മിസ് ചെയ്തിട്ടില്ല. കാരണം നാടൻ ഫുഡുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നമ്മളെപ്പോൾ മാക്സിമം മലയാളി റെസ്റ്റോറൻറ്റിൽ തന്നെ പോയിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് ഫുഡ് ഒരിക്കലും മിസ് ചെയ്യുന്നില്ല. പിന്നെ മിസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ റേഷൻ കട. അതല്ലാണ്ട് വേറെ ഒന്നും മിസ് ചെയ്യാനില്ല കേട്ടോ. ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞു വെച്ചാൽ ഇനിയിപ്പോൾ ഇതാണോ നാടെന്ന് അതാണോ നാടെന്ന് ഇപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഒരിക്കലും മടുക്കാത്തൊരു സംഭവം എന്താണെന്നറിയോ, അപ്പം എന്തായാലും ഞാൻ അത് കഴിച്ച് തീർക്കട്ടെ. അത് കഴിഞ്ഞൊരു എമ്പക്കം വേണ്ടി ചായ കുടിക്കാൻ തുടങ്ങി. ഫിനിഷ്. ഇവിടെ കൈ കഴുകാൻ പോയപ്പോൾ എനിക്കൊരു കുറവ് തോന്നി കേട്ടോ. അതെന്താണെന്ന് കാണിച്ചു തരട്ടെ. നല്ല ഹൈറ്റിലാണ് കണ്ണാടി, അതുകൊണ്ട് എൻ്റെ മോൻ കാണുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ, ഇവർ ഹൈറ്റിൽ വെച്ചത് കൊണ്ടാണ്. ഫുഡൊക്കെ കഴിച്ചു, അടിപൊളി ഫുഡായിരുന്നു കേട്ടാ. അയ്യോ, ചൂടെടുത്തിട്ട് പോയല്ലോ. എന്ത് പോവാ, എന്തൊരു ചൂടാ അത്, എന്ത് പോവാ. പാവം എൻ്റെ മോനെ ഞങ്ങൾ എപ്പോഴും കാറിലിരുത്തും കൊണ്ടുപോകും. അവനൊന്നും അറിയുന്നില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താ ഈ തള്ള എന്നെ കൊണ്ട് കാട്ടുന്നേ അല്ലേ ബാബേ. എമ്പടിച്ച് പോയി, എൻ്റെ കുത്തിക്ക് ഒന്നും വാങ്ങി തന്നില്ലേടാ. എൻ്റെ ശുദ്ധത്തിന് കഴിക്കാനാകുമ്പോ ഉമ്മച്ചി ഷുഗർലെസ് ഫ്രൂട്ടി വാങ്ങിത്തരും. ഇല്ല, ഫ്രൂട്ടി വാങ്ങിത്തരില്ല. നിനക്കൊന്നും വാങ്ങിത്തരില്ലടാ. നിന്നെ ഓൺലി ഹെൽത്തി ന്യൂട്രീഷ്യസ് ഫുഡ് ഓൺലി. ഇയാൾ പാട്ട് വെച്ചത് കാരണം കൊണ്ട് എനിക്ക് ഈ സൗണ്ടൊക്കെ മ്യൂട്ടാക്കേണ്ടി വന്നത്. കാരണം ഒരിക്കൽ അടി കിട്ടിയതാണേ നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ട്. അപ്പം ഞാൻ ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, റോഡ് കണ്ടെന്ത് വിശാലമായി കിടക്കുന്നത്. അത് വെള്ളിയാഴ്ച ആയതുകൊണ്ട്, വെള്ളിയാഴ്ച ജുമാ പിരിഞ്ഞതിന് ശേഷം മാത്രമേ, അതുമല്ല രാത്രിയായാൽ മാത്രമേ ഇവിടെ തിരക്കുണ്ടാവുള്ളൂ. പകലൊക്കെ നോക്കി നമുക്ക് വേണമെങ്കിൽ പായ വിരിച്ച് കിടക്കാം. ഒരുപാട് യാത്ര ചെയ്തപ്പോൾ നല്ല ദാഹം. അപ്പോൾ ഒരു ഷോട കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ബക്കാലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഷോട കുടിച്ചിട്ട് ഇന്നത്തെ കലാപരിപാടികൾ നമുക്ക് അവസാനിപ്പിക്കാടാ. നീ ഇല്ലാതെ ഞാൻ കഷ്ടപ്പെടുമല്ലോ, നീ ഇല്ലാതിരിക്കാനും ഞാൻ പഠിക്കണ്ടേടാ. പാവം എൻ്റെ ഓടുന്നുണ്ട്. എൻ്റെ എന്തൊരു പാവമാണ്. അയ്യോ, എനിക്ക് മിസ് ചെയ്യുന്നു. നമുക്ക് നാട്ടിലേക്ക് പോകണ്ടേടാ മാമേ. ഞാൻ കാറിൽ തന്നെ ഇരുന്നിട്ട് എനിക്ക് ഇറങ്ങാൻ പോലും പോയി, അത്രയും ദാഹം. പിന്നെ ഇറങ്ങി പിടിച്ച് പോയി വരുമ്പോഴത്തേനൊക്കെ ഒരു വിധമാവും. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്നെ രക്ഷിക്കാൻ നീ അല്ലേടാ ഉള്ളൂ. ഞാനില്ലാതിരിക്കാനും നീ പഠിക്കണ്ടേടാ. എന്താണ്ടാ, ഇഷ്ടപ്പെട്ടില്ലേടാ അമ്മച്ചീന്റെ? ഞാനില്ലാതിരിക്കാനും നീ പഠിക്കണ്ടേടാ മായക്കണ്ണ. എന്തെങ്കിലും പ്രശ്നം, നീ അല്ലേടാ എന്നെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കുന്നേ. ഞാനില്ലാതിരിക്കാനും നീ അല്ല, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നീ അല്ലേടാ എന്നെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നേ.
ഞാൻ ഇല്ലാതിരിക്കാനും നീ പഠിക്കണ്ടേടാ. വേണ്ടിക്ക സോഡ വാങ്ങിട്ട് വരുന്നുണ്ട്. ഗീമി കുടിച്ചിട്ട് ഇനി പോവാം. കുടിച്ചിട്ട് പോവാ ഇക്ക. ദാഹിക്കുന്നു ഇക്ക. കുടിച്ചിട്ട് പോവാ. ഓപ്പൺ പ്ലീസ്. നാട്ടിലെ ഷോടാ. ഞാൻ നാട്ടിൽ പോലും കുടിച്ചിട്ട് വർഷങ്ങളായി. കുടിക്കാം. നമ്മുടെ നാട്ടിൽ ഈ കുപ്പി കുടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണ്ട. ഇവിടെ അങ്ങനെയല്ല. ഇത് നമുക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട. എന്റെ ഫോണ് പോയി. മറ്റേ സെവനപ്പില്ല. അതിനെ ഈ സോഡ കുപ്പിയിലൊക്കെ അത്രേ ഉള്ളു പറ്റും. നമ്മുടെ നാട്ടില് ജീരക സോഡ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ഫോണിപ്പോ ഇന്ന് തൊലയും തോന്നുന്നുണ്ട്. മറ്റേ സെവനപ്പിനെ ഈ കുപ്പിയിൽ ഒഴിച്ചു തന്നെ ഉള്ളു. നിക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് എടുത്താൽ മതിയേ. എന്റെ മകൻ അപ്പിയിട്ടുണ്ടോന്നൊരു സംശയം. ഓടിക്കോ അപ്പിയിട്ടുണ്ട്. ഓടിക്കോ എന്റെ മകൻ അപ്പിയിട്ടു. നാട്ടുചക്കൻ ഓടിക്കോ. കൊടുക്കാ എടാ. അപ്പിയിട്ടിട്ട് എന്തിനാടാ നീ അറിയാത്ത പോലെ ഇരിക്കുന്നേ? എന്താ ഈ നാട്ടുചേക്ക? അയ്യേ, ഇവ സൈലന്റ് ആയിരുന്നാ തന്നെ നമ്മള് സൂക്ഷിക്കണമായിരുന്നു. ഞാൻ എത്ര നേരം സൈലന്റ് ആയിരുന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ സ്മെല്ലടിക്കാൻ തുടങ്ങിയടാ. എന്റെ വാവ അപ്പിട്ടിന് ഓടട്ടെ. ഞങ്ങള് റൂമിക്ക് ഓടട്ടെ. എന്റെ മകനെ അപ്പിയിൽ നിന്ന് ഞാൻ എത്രയും വേഗം രസിക്കട്ടെ. അല്ലേടാ തങ്കോ? അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.